ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്ന ഒരു വീഡിയോ മേ ബി നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ എടുക്കാൻ പോകുന്ന വലിയൊരു ഡിസിഷന് അല്ലെങ്കിൽ അതിനൊരു മാറ്റം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് 2026 നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു മൊമെന്റ് മുതൽ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താനും തുടർന്നുള്ള പഠനം അവിടെ അവസാനിപ്പിക്കാനും കഴിയുന്ന ഒരു ഏറ്റവും മികച്ച അവസരങ്ങളാണ് ഈ 2026 നമ്മൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് 10th ലെവൽ പ്രിലിംസ് പരീക്ഷ ജൂൺ ജൂലൈ മന്തിലാണ് നമുക്ക് വരുന്നത്. അതിനുശേഷം അതിന്റെ മെയിൻസ് എക്സാം നമുക്കൊരു സെപ്റ്റംബറിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏപ്രിലാണ്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഏപ്രിൽ മന്തിലാണ്. നിങ്ങൾ ഇനി വീഡിയോ കാണുന്നത് എപ്പോഴാണ്, അത് തൊട്ട് നിങ്ങൾക്ക് എക്സാം വരെയുള്ള ടൈം ലിമിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം 2026 നമുക്ക് ഇനി വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. നാളെ ഉണ്ടല്ലോ, മറ്റന്നാൾ ഉണ്ടല്ലോ എന്നുള്ള തീരുമാനമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ എടുക്കുന്ന ഒരു ഡിസിഷൻ ഇപ്പോൾ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ഭാവിയെ തന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു തീരുമാനം ഈ ഒരു മൊമെന്റിൽ എടുത്തില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ സിലബസിൽ തന്നെ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാമിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമുക്കൊരു 80-20 റൂൾ ഇവിടെ യൂസ് ചെയ്യാം. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു 80% നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്, ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. അതായത് കഴിഞ്ഞൊരു 5-10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എസ്പെഷ്യലി നമ്മൾ 10th പ്രിലിംസിന്റെ ഒരു 5 years ബാക്ക് തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ ലോട്ട് ഓഫ് ടോപ്പിക്സ് ആർ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല, ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഏരിയാസ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബയോളജിയിലെ വിറ്റമിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും വരുന്നതാണ് വിറ്റമിൻ കെ, വിറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അത് തന്നെ ഇനി ആവർത്തിക്കണം എന്നില്ല. നമുക്ക് എന്താണ്, അത് ആ ഒരു ടോപ്പിക് വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വെക്കാൻ എക്സ്പെക്ട് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഡെയിലി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി പവർ ആയിട്ട് റുട്ടീൻ വേണം. അതായത് ഒരു ദിവസം ഇത്ര ടൈം ഞാൻ പഠിച്ചിരിക്കുമെന്ന് നിങ്ങൾ മൈൻഡിൽ വെക്കുക. അത് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ സെറ്റ് ഫോർ 1 hour, ഒരു 1 hour എങ്കിലും നിങ്ങൾ അതിനുവേണ്ടി ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക, എങ്കിൽ നിങ്ങളവിടെ വിജയിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പവറിൽ ഫോക്കസ് ബ്ലോക്ക് ആണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് റിയാലിറ്റി ചെക്ക്. റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ പറയുന്ന പോലെ തന്നെ എടാ നിങ്ങൾ ഇനിയും ടൈം നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നല്ല നാളെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദ പ്രിലിംസ് എക്സാമിനേഷൻ. ഇനി ഡിലേ ആണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം നമ്മൾ പഠിക്കാത്തത് അനുസരിച്ച് വേറൊരാൾ വരുമ്പോൾ അവരവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടാകും. സോ ഡെഫിനറ്റ്ലി ആരായിരിക്കും വർക്ക് ചെയ്യുന്നവരല്ലേ വിജയിക്കുള്ളൂ. അപ്പൊ ആ ഒരു റിയാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇത് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ് ബ്ലോക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതിനകത്താണ് നമ്മൾ പറയുന്നത് നമ്മൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, OMRൽ 100 ചോദ്യം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മേജർ നെഗറ്റീവ് അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്ന് പറയുന്നത് OMR നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ റെഗുലർ ആയിട്ട് പഠിച്ച് എഴുതി റിവിഷൻ ചെയ്ത് അത് വർക്ക്ഔട്ട് ചെയ്താലാണ് നമുക്ക് എത്ര മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നീടുള്ളതാണ് റിവിഷൻ ബ്ലോക്ക്. അതായത് സെയിം ഡേ ടോപ്പിക്സ് നിങ്ങൾ റിവിഷൻ ചെയ്യുക, ക്യൂ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഫോർമുലാസും പോയിന്റേഴ്സ് ഒക്കെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റുഡൻസ് പറയുന്നതാണ്. ഹിസ്റ്ററിയുടെ ടൈം ലൈൻസ് ഒക്കെ ഓർത്ത് വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതിന് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ടേക്ക് എ ടൈം ലൈൻ എഴുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് എഴുതി വെച്ച് നിങ്ങളുടെ വാർഡ്രോബിലോ നിങ്ങളുടെ റൂമിലോ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് നമ്മൾ പ്രാക്ടീസ് ഇല്ലാതെ വെറുതെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. റിവിഷനിൽ ഒരുപാട് കാര്യങ്ങൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയനേക്കാൾ കൂടുതൽ
ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ കൂടുതൽ ടഫായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ചിട്ടാണ് നമുക്ക് അവിടെ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അതെനിക്ക് അറിയില്ല. ഇപ്പം എല്ലാവരും കമ്പ്യൂട്ടർ, എനിക്ക് മാത്സ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അല്ല, അതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നല്ല. ബട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബാക്കി സബ്ജക്ട്സ് ഉണ്ടാവും, അതിൽ വർക്കൗട്ട് ചെയ്ത് അതിൽ മാർക്ക് സ്കോർ ചെയ്ത് അതിൽ തന്നെ നിങ്ങൾക്ക് തീരെ മാത്സ് അറിയില്ല എന്നല്ല, കുറച്ചൊക്കെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ട് അല്ലെ. ഇംഗ്ലീഷൊക്കെ നമുക്ക് ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിൽ കൂടുതൽ തന്നെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് VFAക്ക് ഒരു 150 ദിവസത്തെയും അതുപോലെ നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു 100 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ 100 ദിവസത്തേക്കാണ് ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. Day 1, Day 2, Day 3 അങ്ങനെ എല്ലാ ദിവസവും Day 1 നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ PDF നോട്ട്സ് ഉണ്ട്, അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റിവിഷനും വരുന്നുണ്ട്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും ആദ്യം നമ്മൾ സ്റ്റഡി പ്ലാനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡെയിലി മാത്സിൻ്റെ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ PYQ സെഷൻസ് നമുക്ക് ഉണ്ടാകും. എല്ലാ ദിവസവും നിങ്ങൾക്ക് PYQൻ്റെ സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 1 മന്ത് കംപ്ലീറ്റ്ലി റിവിഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ 10 ഡേ കൂടുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് 1 തൊട്ട് Day 10 വരെയുള്ളതിൻ്റെ 100 മാർക്കിൻ്റെ OMR ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. 100 മാർക്കിൻ്റെ നമ്മൾ UMR ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരും. ബുക്ക് മാത്രമായിട്ട് വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാനോ ജോയിൻ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാടാ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye and thank you.